നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു. ജനുവരി 2-ാം തീയതി തൃശൂരിലാണ് നരേന്ദ്രമോദി സന്ദർശനം നടത്താൻ ഒരുങ്ങുന്നത്. BJP മഹിളാ മോർച്ചയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുംനാഥന്റെ മണ്ണിലെത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെയാണ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ജനുവരി 2-ന് ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും അദ്ദേഹം തൃശൂരിൽ എത്തുന്നത്. തേക്കിൻകാട് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ഈ മഹിളാ സമ്മേളനത്തിൽ ഏകദേശം 2 ലക്ഷത്തിലധികം വനിതകൾ അണിനിരക്കും എന്നുകൂടി സുരേന്ദ്രൻ പറയുന്നുണ്ട്. നമുക്കറിയാം, മധ്യപ്രദേശിൽ BJPക്ക് ഭരണ തുടർച്ച നേടാൻ സഹായിച്ചത് അവിടുത്തെ മഹിളകൾ തന്നെയായിരുന്നു. അവിടുത്തെ സ്ത്രീകൾക്ക് BJP നൽകിയ ജനക്ഷേമ പദ്ധതികളായിരുന്നു. അതേ തന്ത്രം തന്നെയാണ് കേരളത്തിലും BJP ആവർത്തിക്കാൻ ഒരുങ്ങുന്നത്. കൂടുതൽ സ്ത്രീകളെ പാർട്ടിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവർക്ക് ഉപകാരപ്രദമായ കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ സീറ്റ് നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം BJPക്ക് മുന്നിലുണ്ട്. നമുക്കറിയാം, ഇതിനോടകം തന്നെ നിരവധി വനിതാ സംരംഭകർക്ക് കേന്ദ്ര പദ്ധതികൾക്ക് കീഴിൽ നിരവധി വായ്പകൾ ലഭ്യമാകുന്നുണ്ട്. ഇതൊക്കെ സ്ത്രീകൾക്ക് നരേന്ദ്രമോദി സർക്കാരിനോട് അല്ലെങ്കിൽ BJP ഭരണകൂടത്തോട് വലിയ മതിപ്പുണ്ടാക്കാൻ സഹായിച്ചിട്ടുമുണ്ട്. ഇതേ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മോദി ഈ തൃശ്ശൂരിലേക്ക് എത്തുന്നത്. മാത്രമല്ല, കേരളത്തിൽ BJP കണ്ണുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്നും തൃശ്ശൂർ തന്നെയാണ്. സുരേഷ് ഗോപി തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി എത്തുക. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും BJP ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതിന് തുടക്കം കുറിക്കുന്നതാവട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.